ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിയിലുള്ള അഗ്രോ ഫാമിലാണ്. ഇത് വാട്ടർ ലില്ലി പോണ്ട് എന്ന് പറഞ്ഞാൽ ആമ്പൽക്കുളം. അവിടുത്തെ നെല്ലിയാമ്പതിയിലുള്ള ആമ്പൽക്കുളത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് ആമ്പൽ. ഇത് രണ്ട് തരം ആമ്പലാണ്. ഒന്ന് റോസും ഒന്ന് വെള്ളയുമായിട്ടുള്ള രണ്ട് ആമ്പലുകളാണ്. ഈ കുളം എന്ന് പറയുന്നത് JCB വെച്ചിട്ട് മാന്തി വളരെയധികം ആഴമുള്ള കുഴിയാക്കിക്കൊണ്ട് പിന്നെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുളമാണ്. ഇതിൽ ഈ സ്വാഭാവികമായിട്ടും ഇതിൽ ഉറവ പൊട്ടുന്നുണ്ട്. മഴക്കാലമായാൽ ഈ കുളം നിറഞ്ഞു ഒഴുകാറുണ്ട്. അതുപോലെ ഈ ആമ്പൽ എന്ന് പറയുന്നത് വളരെ വട്ടത്തിലുള്ള വലിയ ഇലയാണ് ഈ ആമ്പലിനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്ത് ഈ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് വാട്ടർ ലില്ലി പോണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്തൊക്കെ വിവിധ ഇനം ചെടികൾ നട്ടിരിക്കുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ടോട്ടലി 700 ഏക്കറയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് 1500 ഏക്കറയിൽ സർക്കാർ വേറെ കൃഷിഭൂമി ഏറ്റെടുത്തുകൊണ്ട് വേറെ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ ഇതാണ് വാട്ടർ ലില്ലി പോണ്ട്. നമ്മുടെ നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കൃത്രിമ ആമ്പൽക്കുളം. ആമ്പൽ തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വെള്ള, അതുപോലെ തന്നെ റോസ്. ഇത് വളരെയധികം നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെ മൊത്തത്തിൽ വിരിഞ്ഞ് കിടക്കുന്നത് കാണാൻ വളരെയധികം രസകരമാണ്. ഇതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ആണ്. ഇതിൽ ചാണകം എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായ രീതിയിലുണ്ടാകും. ഇതിൻ്റെ ഇല ഏറ്റവും മുകളിലായി നിൽക്കുന്നതും ഇല നല്ല പരപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കിഴങ്ങാണ് നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഇതേപോലെ താമരക്കുളം ഉണ്ടാക്കാം. നല്ല മനോഹരമാണ്. ഈ താമരക്കുളത്തിൽ, ഈ ആമ്പൽക്കുളത്തിൽ തന്നെ നിങ്ങൾക്ക് മീനും വളർത്തും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ നല്ല ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ പരന്ന വിശാലമായി കിടക്കുന്ന ഈ ആമ്പൽക്കുളം, ഇതേപോലെ തന്നെ താമരക്കുളം നിങ്ങൾക്കുണ്ടാക്കാം. ആമ്പലും താമരും രണ്ടും ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷേ രണ്ടും വ്യത്യസ്ത പൂക്കൾ എന്ന് മാത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ കുറേ കുളത്തിൽ ആമ്പലും താമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള റോണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരം മനോഹരമാക്കാം എന്നതാണ്. ഇത് നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇപ്പോൾ അവിടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഓക്കെ.